രാഹുൽ ഗാന്ധി റായ്ബറേലിയിൽ മത്സരിക്കും. അമേഠിയിൽ കിഷോരിലാൽ ശർമ്മയാണ് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി. സ്ഥാനാർത്ഥികളെ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു. വിഷ്ണു ചേരുന്നു ദില്ലിയിൽ നിന്ന്. വിഷ്ണു, അവസാന നിമിഷം വരെയും ഈ ഒരു രഹസ്യം കോൺഗ്രസ് നേതൃത്വം സൂക്ഷിച്ചു. അമേഠിയിൽ മത്സരിക്കേണ്ട എന്ന് രാഹുൽ ഗാന്ധിയും കോൺഗ്രസും തീരുമാനിക്കുന്നു. പകരം റായ്ബറേലിയിലേക്ക് പോകാനുള്ള ഒരു തീരുമാനത്തിൽ കോൺഗ്രസ് എത്തിയിരിക്കുന്നു. എന്താണ് വിശദാംശങ്ങൾ? ഷമി, ഏറെ നാൾ നീണ്ടുനിന്ന ഒരു അനിശ്ചിതത്വത്തിന് ശേഷമാണ് ഈ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള സമയം അവസാനിക്കാൻ മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ രാഹുൽ ഗാന്ധിയുടെ ഒരു സ്ഥാനാർത്ഥി പ്രഖ്യാപനം വന്നിരിക്കുന്നത്. അതും രാഹുൽ ഗാന്ധി നേരത്തെ മത്സരിച്ചിരുന്ന അമേഠി സീറ്റിൽ നിന്ന് റായ്ബറേലിയിലേക്ക് ഒരു ചുവടുമാറ്റമാണ് രാഹുൽ ഗാന്ധി ഇപ്പോൾ നടത്തിയിരിക്കുന്നത്. എന്തായാലും നമ്മളോട് ഇപ്പോൾ വയനാട് നിന്നും രാഹുൽ ഗാന്ധിക്കെതിരെ മത്സരിച്ച CPI സ്ഥാനാർത്ഥി ആനി രാജ കൂടി ചേരുന്നുണ്ട്. ഈ വയനാട് മത്സരിക്കാൻ വരുന്ന ഒരു സാഹചര്യത്തിൽ പോലും കോൺഗ്രസ് അല്ലെങ്കിൽ രാഹുൽ ഗാന്ധിയൊക്കെ വീണ്ടും മറ്റൊരു മണ്ഡലത്തിൽ മത്സരിക്കുന്നത് പറയാൻ തയ്യാറായിരുന്നില്ല. രാഹുൽ ഗാന്ധി അമേഠിയിലടക്കം മത്സരിക്കില്ല എന്നതായിരുന്നു പറഞ്ഞിരുന്നത്. പക്ഷേ വീണ്ടും രാഹുൽ ഗാന്ധി റായ്ബറേലിയിൽ മത്സരിക്കാൻ ഒരു തീരുമാനം ഇപ്പോൾ കൈക്കൊള്ളുന്നു. അപ്പോൾ അത് വയനാട്ടിലെ ജനങ്ങളോടുള്ള ഒരു വഞ്ചന ആ തലത്തിൽ തന്നെ കാണാൻ കഴിയില്ലേ? തീർച്ചയായിട്ടും ഇതൊരു രാഷ്ട്രീയ ധാർമ്മികതയ്ക്ക് നിരക്കാത്ത ഒന്നാണ്. ഒരു തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ആ വോട്ടർമാരുടെ ഏത് സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യുമ്പോഴും ആ സ്ഥാനാർത്ഥി വിജയിക്കുമെന്നും അങ്ങനെ വിജയിച്ചു വന്നാൽ ആ മണ്ഡലത്തിനും ജനങ്ങൾക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്യുമെന്നുള്ള വലിയ പ്രതീക്ഷയിലാണ്. അപ്പോൾ അങ്ങനെ ഒരു വോട്ട് ചെയ്യുന്ന അത്തരത്തിൽ പ്രത്യേകിച്ച് കേരളത്തിലെ വോട്ടർമാർ, പ്രത്യേകിച്ച് എടുത്ത് ഞാൻ പറയുകയാണ്, വയനാട്ടിലെ വോട്ടർമാർ അവർ രാഹുൽ ഗാന്ധിക്ക് അല്ലെങ്കിൽ ആർക്ക് വോട്ട് ചെയ്യുമ്പോഴും അത്തരത്തിലാണ് അവർ വോട്ട് ചെയ്യുക. അങ്ങനെ ഒരു സ്ഥാനാർത്ഥി ഇക്കാര്യങ്ങൾ ഇങ്ങനെ മറ്റൊരു മണ്ഡലത്തിൽ കൂടി മത്സരിക്കുന്നുണ്ടെങ്കിൽ അത് തുറന്ന് ജനങ്ങളോട് പറയാനുള്ള ബാധ്യത UDFനുണ്ട്. കാരണം UDFൻ്റെ സ്ഥാനാർത്ഥിയായി ആണ് വന്നത്. അതോടൊപ്പം UDFൻ്റെ രാഹുൽ ഗാന്ധിയുടെ പാർട്ടിയായ കോൺഗ്രസ് പാർട്ടിക്കുണ്ട്. രാഹുൽ ഗാന്ധി ഒരു സ്ഥാനാർത്ഥി എന്നല്ല അദ്ദേഹത്തിനും ആ ഉത്തരവാദിത്വം ഉണ്ടായിരുന്നു. അപ്പോൾ രാഷ്ട്രീയമായ ധാർമ്മികത ഇതൊക്കെ ആവശ്യപ്പെടുന്നുണ്ട്. എന്നാൽ അതിനെയെല്ലാം അട്ടിമറിച്ചുകൊണ്ട് അത്തരമൊന്നേ യാതൊരു വിലയും കൽപ്പിക്കാതെയാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു തീരുമാനമെടുത്തിരിക്കുന്നത്. എന്തായാലും ഈ തീരുമാനം ഒരു ദിവസം കൊണ്ട് എടുത്തതാവില്ല. ഒരു പാർട്ടിക്കകത്ത് ഇത്തരം ഒരു തീരുമാനം എടുക്കുമ്പോൾ കുറച്ച് ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്ന ഒരു ചർച്ചകളും ഒക്കെ നടന്നിട്ടുണ്ടാവണം. അഭിപ്രായ സമന്വയത്തിനും അതിനൊക്കെ സാധാരണ എല്ലാ പാർട്ടികളിലും അങ്ങനെയാണ്. അപ്പോൾ ഇങ്ങനെ ഒരു ആലോചന ഉണ്ട് എന്ന് പോലും അത്തരമൊരു ആലോചന ഉണ്ടെങ്കിൽ ആ ആലോചന ഉണ്ടെന്നെങ്കിലും വയനാട്ടിലെ വോട്ടർമാരെ അറിയിക്കാമായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, വയനാട്ടിലെ വോട്ടർമാരെ ഒരു ടേക്കൺ ഫോർ ഗ്രാൻറ്റഡ് എന്നുള്ള രീതിയിൽ തന്നെയാണ്. ഇവിടെ ഈ വോട്ടർമാരോട് എങ്ങനെ പെരുമാറിയാലും അതൊരു വിഷയമല്ല. ഈ മണ്ഡലത്തിലെ ജനങ്ങൾക്ക് വേണ്ടി ഒന്നും ചെയ്തില്ലെങ്കിലും അവരങ്ങ് വോട്ട് ചെയ്തുകൊള്ളും എന്നൊക്കെ ആ ഒരു രീതിയിലാണ് ഈ വോട്ടർമാരെ ഇത്രയും വോട്ടർമാരെ അപമാനിക്കുന്നതിന് തുല്യമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. രാഹുൽ ഗാന്ധി കഴിഞ്ഞ തവണ അമേഠിയിൽ മത്സരിച്ച് സ്മൃതി ഇറാനിയുമായി തോൽക്കുന്നു. ഇത്തവണ രാഹുൽ ഗാന്ധി വയനാട്ടിലേക്ക് വരുമ്പം തന്നെ പല നേതാക്കളും പ്രതിപക്ഷം അടക്കം പറഞ്ഞൊരു കാര്യം, രാഹുൽ ഗാന്ധി BJPക്കെതിരെയാണ് മത്സരിക്കേണ്ടത്, അത്തരം മണ്ഡലങ്ങളിൽ മത്സരിക്കണം. ഇപ്പോൾ അമേഠിയിൽ മത്സരിക്കാതെ റായ്ബറേലിയിലേക്ക് ഒരു ചുവടുമാറ്റം നടത്തുമ്പോൾ അത് BJPക്ക് ഉൾപ്പെടെ ഒരു ആയുധം നൽകുകയല്ലേ? രാഹുൽ ഗാന്ധി അമേഠിയിൽ നിന്ന് പേടിച്ചോടുന്നു, അല്ലെങ്കിൽ അത്തരം BJPക്കെതിരെ മത്സരിക്കാൻ കഴിയാതെ പേടിച്ചോടുന്നു, അത്തരത്തിൽ ഒരു പ്രചരണ ആയുധം BJPക്ക് നൽകുകയല്ല കോൺഗ്രസ് ചെയ്യുന്നത്? കോൺഗ്രസും രാഹുൽ ഗാന്ധിയും ഒക്കെ തന്നെ ഓൾറെഡി ഇതിനേക്കാൾ വലിയ ആയുധം BJPക്കും NDAയ്ക്കും പ്രത്യേകിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും കൊടുത്തു കഴിഞ്ഞിരിക്കുകയാണ്. ഓരോ ദിവസവും ആയുധ പ്രയോഗം അവർ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ത്യ അലയൻസിനെ ആക്രമിക്കാനുള്ള ആയുധം NDAയ്ക്കും BJPക്കും പ്രൈം മിനിസ്റ്ററിനും കൊടുത്തത് കോൺഗ്രസ് പാർട്ടിയും രാഹുൽ ഗാന്ധിയുമാണ്. അതിനപ്പുറത്തേക്ക് വലിയൊരു ആയുധമൊന്നും കൊടുക്കാനില്ല. കാരണം ഇന്ത്യ അലയൻസിൻ്റെ ആകെ പരിശ്രമം എന്ന് പറഞ്ഞാൽ അത് ഈ രാജ്യത്തിൻ്റെ ഏറ്റവും വലിയ വെല്ലുവിളിയായ വർഗീയ ഫാസിസത്തെ പരാജയപ്പെടുത്തണം എന്നുള്ളതായിരുന്നു. ആ അജണ്ട വെച്ചുകൊണ്ടാണ്, അതിനുവേണ്ടിയാണ് ഇന്ത്യ അലയൻസ് തന്നെ രൂപീകരിച്ചത്. അപ്പം അതിനെ തകർക്കാനുള്ള ആയുധം വെച്ച് നീട്ടി ഒരു താലത്തിൽ വെച്ച് കൊടുത്തത് കോൺഗ്രസും രാഹുൽ ഗാന്ധിയുമാണ്. അതിനപ്പുറത്തേക്ക് ഇനി വലിയൊരു ആയുധം കൊടുക്കാനൊന്നുമില്ല. ഇത് ഞാൻ പറയുന്നത് ഈ മണ്ഡലങ്ങളിലെ വോട്ടർമാരോട് ചെയ്യുന്ന അനീതിയാണ്.
കാരണം 2 മണ്ഡലങ്ങൾ ഒന്നാലോചിച്ചൊക്കെ 2 മണ്ഡലങ്ങളിൽ അദ്ദേഹം ജയിക്കുകയാണ്. അങ്ങനെ ജയിച്ചാൽ ഒരു മണ്ഡലത്തിൽ നിന്ന് രാജിവെക്കണം. ഇവിടെ വയനാട്ടിൽ വന്നപ്പോൾ പറഞ്ഞു എനിക്കെൻ്റെ സ്വന്തം കുടുംബം പോലെയാണ്, ഇവിടുത്തെ ആളുകളെല്ലാം എൻ്റെ കുടുംബക്കാരെ പോലെയാണ്. അതേ കാര്യം തന്നെയാണ് ഇപ്പോൾ ഇന്ന് രാവിലെ ശ്രീ വേണുഗോപാൽ പത്രസമ്മേളനം നടത്തി പറഞ്ഞു എന്ന് ഞാൻ കേട്ടു. ഞാൻ കണ്ടില്ല. കേട്ടത് അദ്ദേഹം രാഹുൽ ഗാന്ധിക്ക് ബറേലി എന്ന് പറഞ്ഞാൽ സ്വന്തം കുടുംബം പോലെയാണ്, സ്വന്തം വീട്ടുകാരെ പോലെ. അപ്പം ഈ ഓരോ എന്താണ് പറയുക, ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോഴും ആ സ്ഥലത്തിനനുസരിച്ച് മാറുന്ന ഒരു സെൻറ്റിമെൻറ്റ് ഉള്ള ആളാണോ രാഹുൽ ഗാന്ധി? എന്താണ് ഈ AICC ജനറൽ സെക്രട്ടറി ഒക്കെ പറയുന്നത് തന്നെ നമുക്ക് മനസ്സിലാവുന്നില്ല. ആകെ മൊത്തം പറയാൻ ചുരുക്കി പറഞ്ഞാൽ 2 മണ്ഡലത്തിലെയും ജനങ്ങളെ വഞ്ചിക്കുന്നതിന് തുല്യമാണിത്. പ്രത്യേകിച്ച് വയനാട്ടിലെ ജനങ്ങൾ, അവരിൽ നിന്നും ഇങ്ങനെ ഒരു ആലോചന ഉണ്ടെന്നുള്ള കാര്യം പോലും മറച്ചു വെച്ചുകൊണ്ട് ആ ജനങ്ങളെ വിഡ്ഢികളാക്കുന്നതിന് തുല്യമാണ് ഇപ്പോഴത്തെ ഈ സ്ഥാനാർത്ഥിത്വം, പുതിയ സ്ഥാനാർത്ഥിത്വം. ഷമി, എന്തായാലും രാഹുൽ ഗാന്ധിക്കെതിരെ വലിയ വിമർശനം തന്നെയാണ് ഇപ്പോൾ ആനി രാജ ഉന്നയിച്ചിരിക്കുന്നത്. കാരണം വയനാട്ടിലെ ജനങ്ങളെ അടക്കം രാഷ്ട്രീയപരമായി വഞ്ചിക്കുന്ന നിലപാടാണ് രാഹുൽ ഗാന്ധിയും കോൺഗ്രസ് നേതൃത്വവും സ്വീകരിച്ചത് എന്നൊരു വിമർശനം തന്നെയാണ് ആനി രാജ ഇപ്പോൾ ഉന്നയിച്ചിരിക്കുന്നത്. ഷമി, വിഷ്ണു, റായ്ബറേലി സോണിയാഗാന്ധി സ്ഥിരമായി ജയിച്ചു വരുന്ന ഒരു മണ്ഡലമാണ്. കോൺഗ്രസിന് വ്യക്തമായ മുൻതൂക്കമുള്ള ഒരു മണ്ഡലമാണ്. ഇവിടെ ചോദ്യം, വയനാട്ടിലും അതുപോലെ തന്നെ റായ്ബറേലിയിലും രാഹുൽ ഗാന്ധി ജയിച്ചു കഴിഞ്ഞാൽ ഏത് മണ്ഡലം അദ്ദേഹം നിലനിർത്തും എന്നുള്ളതാണ്. അതിനെ സംബന്ധിച്ച് വയനാട്ടിലെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൻ്റെ സമയത്ത് അദ്ദേഹം ഒരക്ഷരം പോലും പറഞ്ഞില്ല. നേരത്തെ ആനി രാജ പറഞ്ഞ പോലെ താൻ മറ്റൊരു മണ്ഡലത്തിൽ കൂടി മത്സരിക്കുമെന്ന ഒരു നേരിയ സൂചന പോലും രാഹുൽ ഗാന്ധിയുടെ ഭാഗത്തു നിന്നുണ്ടായില്ല. ഇപ്പോൾ റായ്ബറേലിയിൽ അദ്ദേഹം നോമിനേഷൻ കൊടുക്കാൻ പോകുന്ന ഒരു സാഹചര്യത്തിൽ അദ്ദേഹം വ്യക്തമാക്കേണ്ടതല്ലേ ഏത് മണ്ഡലം അദ്ദേഹം നിലനിർത്തും, എവിടുത്തെ. എന്തായാലും 2 സ്ഥലത്തെയും MP ആയി തുടരാൻ അദ്ദേഹത്തിന് കഴിയില്ല. ഒരു മണ്ഡലം മാത്രമേ അദ്ദേഹത്തിന് നിലനിർത്താൻ കഴിയൂ. അങ്ങനെയാണെങ്കിൽ ഏത് മണ്ഡലം അദ്ദേഹം നിലനിർത്തും എന്ന് അദ്ദേഹം വ്യക്തമാക്കേണ്ടതല്ലേ? ഷമി, തീർച്ചയായിട്ടും അതുതന്നെയാണ്. കാരണം രാഹുൽ ഗാന്ധി ഇത്തവണ വയനാട്ടിൽ മത്സരിക്കാൻ വന്ന സാഹചര്യത്തിൽ മറ്റൊരു മണ്ഡലത്തിൽ മത്സരിക്കുന്നതിനെക്കുറിച്ച് ഒരക്ഷരം പോലും പറഞ്ഞിരുന്നില്ല, അതിന് തയ്യാറായിരുന്നില്ല. അത് രാഹുൽ ഗാന്ധിയും കോൺഗ്രസ് നേതൃത്വം പോലും അത്തരം കാര്യങ്ങളിലേക്ക് മൗനം പാലിക്കുന്ന നിലപാട് തന്നെയാണ് സ്വീകരിച്ചു പോകുന്നത്. അതോടൊപ്പം തന്നെയാണ് അമേഠിക്ക് പകരം ഇത്തവണ റായ്ബറേലിയിലേക്ക് ഒരു ചുവടുമാറ്റം രാഹുൽ ഗാന്ധിയുടെ ഭാഗത്തുനിന്നും ഉണ്ടാവുകയും ചെയ്തു. റായ്ബറേലി കോൺഗ്രസിൻ്റെ പരമ്പരാഗത മണ്ഡലം, സോണിയാഗാന്ധി ഇത്രയും നാളും വിജയിച്ച ഒരു മണ്ഡലം. അപ്പോൾ സ്വാഭാവികമായിട്ടും റായ്ബറേലിയിൽ രാഹുൽ ഗാന്ധി ജയിച്ചു കഴിഞ്ഞാൽ ഏത് മണ്ഡലം നിലനിർത്തുമെന്നുള്ള വലിയൊരു ചോദ്യം അവിടെ വീണ്ടും അവശേഷിക്കുകയാണ്. ഒരിക്കലും റായ്ബറേലി കൈവിടാൻ കോൺഗ്രസ് നേതൃത്വം തയ്യാറാവുകയില്ല. കാരണം ഞാൻ നേരത്തെ ചൂണ്ടിക്കാട്ടിയതുപോലെ കോൺഗ്രസിൻ്റെ അല്ലെങ്കിൽ നെഹ്റു കുടുംബത്തിൻ്റെ തന്നെ ഒരു പരമ്പരാഗത മണ്ഡലമാണ് റായ്ബറേലി എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് ആനി രാജ ഉൾപ്പെടെ രാഹുൽ ഗാന്ധി വയനാട്ടിലെ ജനങ്ങളോട് അല്ലെങ്കിൽ വോട്ടർമാരോട് കാണിച്ചത് വലിയ രാഷ്ട്രീയ വഞ്ചനയാണ് എന്ന വിമർശനം തന്നെ ഉയർത്തുന്നത്. ഷമി, വിഷ്ണുവാണ് ദില്ലിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. സോണിയാഗാന്ധി രാജ്യസഭയിലേക്ക് മത്സരിക്കാൻ തീരുമാനിക്കുന്ന സമയത്ത് തന്നെ രാഹുൽ ഗാന്ധിയെ റായ്ബറേലിയിൽ മത്സരിപ്പിക്കാനുള്ള തീരുമാനവും അവർ എടുത്തിട്ടുണ്ടാകും എന്ന് തന്നെ വേണം വിലയിരുത്താൻ.